പിന്നെ കുറച്ച് തൈര് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതും വെച്ച് കൊടുത്തിട്ടോ. അങ്ങനെ ആ തൈരും അച്ചാറും നമ്മുടെ ചിക്കനൊക്കെ കൂട്ടിയിട്ട് ചോറ് കഴിക്കാൻ അടിപൊളിയായിരുന്നു. നിങ്ങൾ ഇതുവരെ കുക്കർ ബിരിയാണി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് കേട്ടോ, സംഭവം അടിപൊളിയാണ്. ചോറൊക്കെ കഴിച്ച് സിറ്റ് ഔട്ടിൽ ചെന്ന് ഫോണിൽ തോണ്ടിയിരിക്കുമ്പോൾ അനിയത്തി ബുർത്തുകാലൊക്കെ മുറിച്ചുകൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ തൊലി കളഞ്ഞ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് തൊലി കളയുക എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും മടിയുള്ള കാര്യം. നമ്മൾ എത്ര തൊലി കളഞ്ഞെടുത്താലും ഇത് കഴിക്കുമ്പോൾ അതിന് ചെറിയൊരു കയ്പും ഉണ്ടാകും. ജ്യൂസ് അടിച്ച് കുടിക്കുന്നതാണ് എനിക്കിഷ്ടം. അതാകുമ്പോൾ നമ്മൾ അരിച്ച് കളഞ്ഞ് പെട്ടെന്ന് തന്നെ കുടിച്ചാൽ വലിയ കയ്പൊന്നും തോന്നില്ല. വൈകുന്നേരം ആയപ്പോൾ ചായക്ക് മസാല മുട്ട ഉണ്ടായിരുന്നു കേട്ടോ, കാടമുട്ടയാണ്. അപ്പോൾ അതും ചായ കുടിച്ചിട്ടില്ലായിരുന്നു. ഷുഗർ ഉള്ളതുകൊണ്ട് മധുരമൊക്കെ ഒന്ന് കുറക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് പിന്നെ ചായ കുടിക്കണ്ടെന്ന് വിചാരിച്ചു അത് മാത്രം കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല മസാലയായിരുന്നു കേട്ടോ, നല്ല എരിവൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ബീച്ചിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. രാത്രി ചില ദിവസങ്ങളിലൊന്നും ഇപ്പോൾ ചോറ് കഴിക്കാറില്ല. അതുകൊണ്ട് ഒരു ഗ്ലാസ് പശുവും പാൽ തിളപ്പിച്ച് കുടിച്ചു. ഇത്രയേ ഉള്ളൂ ഇപ്പോൾ